നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വട്ടത്തടിയും ഇലവുതടിയും മുറിക്കാനാകില്ല. പെൻസിൽ സ്ലാട്ട് വ്യവസായികൾ പ്രതിസന്ധി ഒഴിവാക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്ന് കേരള സ്റ്റേറ്റ് പെൻസിൽ സ്ലാട്ട് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ. ദേശീയ മാസ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഒന്നാം സ്ഥാനം നേടിയ കേരള ടീം അംഗങ്ങൾക്ക് ആദരവ്. ജപ്പാനിൽ നടക്കുന്ന മാസ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഏഷ്യൻ ഗെയിംസിൽ ഇവർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. കേന്ദ്ര ബജറ്റിലെ അവഗണന. ഓച്ചിറയിൽ CPIM-ന്റെ പ്രതിഷേധം. ഓച്ചിറ കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും. വിശദമായ വാർത്തകളിലേക്ക്. പെൻസിൽ സ്ലാട്ട് വ്യവസായികൾ നേരിടുന്ന പ്രതിസന്ധി ഒഴിവാക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്ന് കേരള സ്റ്റേറ്റ് പെൻസിൽ സ്ലാട്ട് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വനം വന്യജീവി വകുപ്പ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പ്ലൈവുഡ് വ്യവസായികൾക്ക് വേണ്ടി കാറ്റഗറി ചെയ്ത് അനുവദിച്ച തടികളിൽ വട്ടത്തടിയും ഇലവുതടിയും ഉൾപ്പെട്ടത് വ്യവസായത്തിന് തിരിച്ചടിയാണെന്ന് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ അടിയന്തരമായ തീരുമാനമെടുക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. വനം വന്യജീവി വകുപ്പ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പ്ലൈവുഡ് വ്യവസായികൾക്ക് വേണ്ടി കാറ്റഗറി ചെയ്ത് അനുവദിച്ച 25-ലധികം തടികളിലാണ് വട്ടത്തടിയും ഇലവുതടിയും ഉൾപ്പെട്ടത്. ഇതാണ് പെൻസിൽ സ്ലാട്ട് വ്യവസായത്തിന് തിരിച്ചടിയെന്ന് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു. നിയമം വന്നു കഴിഞ്ഞാൽ പാഴ്ത്തടി എന്നറിയപ്പെടുന്ന വട്ടത്തടിയും ഇലവുതടിയും പ്ലൈവുഡ് വ്യവസായത്തിന് വേണ്ടി മാത്രമേ മുറിക്കാനാകൂ. പെൻസിൽ സ്ലാട്ട് വ്യവസായത്തിനായി തടികൾ കിട്ടാതാകുന്നതോടെ മേഖല പൂർണ്ണമായും ഇല്ലാതാകും. സബ്ജക്ട് കമ്മിറ്റി കാറ്റഗറി ചെയ്ത് അനുവദിച്ച തടികളിൽ നിന്ന് തീപ്പെട്ടി വ്യവസായത്തെ സംരക്ഷിക്കാൻ പാല, പെരുമരം എന്നീ തടികൾ ഒഴിവാക്കി നൽകിയിരുന്നു. അതേ മാതൃകയിൽ ഈ മരങ്ങളും ഒഴിവാക്കണമെന്നാണ് അസോസിയേഷന്റെ ആവശ്യം. കേരളത്തിലെ പെൻസിൽ സ്ലാട്ട് വ്യവസായം തുടങ്ങിയിട്ട് 60 വർഷമായി. പെൻസിൽ സ്ലാട്ട് ഉൽപ്പാദകർ പ്രധാനമായും പെൻസിൽ സ്ലാട്ട് കയറ്റി അയക്കുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഹിന്ദുസ്ഥാൻ പെൻസിൽസ്, കാമലിൻ പെൻസിൽസ്, ഡോംസ് പെൻസിൽസ് എന്നീ കമ്പനികളിലേക്കാണ്. കേരളത്തിൽ സുലഭമായി ലഭിക്കുന്ന സോഫ്റ്റ് തടികളായ വട്ട, ഇലവ് എന്നിവയാണ് പെൻസിൽ സ്ലാട്ട് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നത്. പെൻസിൽ സ്ലാട്ട് രാജ്യത്തിന് വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന വ്യവസായമാണ്. കൊല്ലം ജില്ലയിലെ പരമ്പരാഗത വ്യവസായങ്ങളായ കയർ, കശുവണ്ടി എന്നിവയ്ക്കൊപ്പം സ്ഥാനം പിടിക്കാൻ പെൻസിൽ സ്ലാട്ട് വ്യവസായത്തിനും കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ 90% പെൻസിൽ സ്ലാട്ട് വ്യവസായികളും കൊല്ലം ജില്ലയിൽ നിന്നുള്ളവരാണെന്ന് കേരള പെൻസിൽ സ്ലാട്ട് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. കൊല്ലത്ത് 250-ൽ പരം യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ 250 യൂണിറ്റ് പ്രവർത്തിച്ചിരുന്നിടത്ത് ഇന്നത്തെ സാഹചര്യത്തിൽ 150-ൽ താഴെ യൂണിറ്റുകളെ പ്രവർത്തിക്കുന്നു. അതിന്റെ അടിസ്ഥാന കാരണം ഞങ്ങൾക്ക് ഉണ്ടായ വിഷയം എന്ന് പറഞ്ഞാൽ പ്ലൈവുഡ് മാനുഫാക്ചേഴ്സിന് നിലവിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തടി റബ്ബർ വുഡാണ്. സോഫ്റ്റ് വുഡ്, റബ്ബർ വുഡ് മാത്രമാണ് അവർക്ക് ഉപയോഗിച്ച് ഫീൽ ചെയ്യാൻ പറ്റുന്ന തടി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോ ഒരു ഓർഡർ സബ് കമ്മിറ്റി, നിയമസഭാ സബ് കമ്മിറ്റി ഒരു ഓർഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. നിലവിൽ അവർക്ക് റബ്ബറിന്റെ കൂടെ 30 ഇനം തടികളും കൂടി ഉപയോഗിക്കാം എന്നുള്ളൊരു നിയമസഭാ സബ് കമ്മിറ്റി ഒരു ഓർഡർ ഇറക്കിയതായിട്ട് അറിയാൻ കഴിയുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങൾ ഈ പത്ര മീറ്റിംഗ് വെച്ചത്. 250 പെൻസിൽ യൂണിറ്റുകളാണ് കൊല്ലം ജില്ലയിലുള്ളത്. നിലവിൽ 1000 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവുണ്ട്. മലയാളികളായ 70,000-ലധികം തൊഴിലാളികൾ ഈ രംഗത്ത് ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ അടുത്ത കാലത്തുണ്ടായ തടിയുടെ ലഭ്യതക്കുറവ് മൂലം 150 യൂണിറ്റ് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ പ്രതിസന്ധി ഒഴിവാക്കാൻ അടിയന്തരമായ ഇടപെടൽ വേണമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് S. അശോകൻ, സെക്രട്ടറി ഷാജി A, വൈസ് പ്രസിഡന്റ് ഇക്ബാൽ, രാജു D, കണ്ണനാർ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. CPIM ഓച്ചിറ കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തി. കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധം നടത്തിയത്. കൊച്ചമ്പള്ളി വനമാലിക ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വലിയ കുളങ്ങര നാട്ടുവതുക്കൽ ചന്തയിൽ സമാപിച്ചു. കേന്ദ്ര ബജറ്റ് അറബിക്കടലിൽ, കേന്ദ്ര ബജറ്റ് അറബിക്കടലിൽ, കേന്ദ്ര ബജറ്റ് അറബിക്കടലിൽ, കേന്ദ്ര ബജറ്റ് അറബിക്കടലിൽ. കേരളമെന്താ ഇന്ത്യയിലല്ലയോ, കേരളമെന്താ ഇന്ത്യയിലല്ലയോ, കേരളമെന്താ ഇന്ത്യയിലല്ലയോ.
കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ച അവഗണനയിൽ പ്രതിഷേധിച്ചാണ് CPIM ഓച്ചിറ കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തിയത്. കൊറ്റമ്പള്ളി വനമാലിക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം വലിയകുളങ്ങര നാട്ടുവാതുക്കൽ ചന്തയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CPIM ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് N. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാലം കേരളത്തിലെ ജനങ്ങളോട് ചെയ്ത കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജനപക്ഷത്ത് നിൽക്കുന്നത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഓച്ചിറ പഞ്ചായത്തിലടക്കം വലിയ തിരിച്ചടിയാണ് നമുക്ക് നേരിട്ടത്. അതിനുശേഷം നമ്മൾ കേരളത്തിലെയും ഓരോ മനുഷ്യരെയും കാണുവാൻ അവരുടെ വീടുകളിലേക്ക് നമ്മൾ എത്തി. ആ വീടുകളിലേക്ക് എത്തിയപ്പോൾ നമുക്ക് കിട്ടിയ അനുഭവം സംസ്ഥാന ഗവൺമെന്റിനെതിരായി ഒരു വികാരവും ജനങ്ങളുടെ മുന്നിലില്ല. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത്, അത് കൃത്യമായി ലഭിക്കുന്നത്, 5 ലക്ഷത്തിലധികം വരുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ലൈഫ് മിഷൻ വഴി വീടുകൾ കൊടുത്തത്, കിഫ്ബി പദ്ധതിയിലൂടെ കേരളത്തിലെ ഗ്രാമീണ റോഡുകൾ മെച്ചപ്പെടുത്തിയത്, ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൂട്ടിക്കെട്ടിപ്പോയ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസ് തിരിച്ചു കൊണ്ടുവന്ന് NH66 അതിവേഗം പൂർത്തിയാകുന്നത്, കേരളത്തിലെ ആശുപത്രികൾ, സ്കൂളുകൾ, പൂട്ടിപ്പോകുമായിരുന്ന വ്യവസായങ്ങൾ, ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ വിഴിഞ്ഞം പദ്ധതി, അങ്ങനെ നാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വികസനത്തിന്റെ പെരുമഴയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് സംഭാവനയായി നൽകിയത്. ആ ഗവൺമെന്റിന് തുടർച്ച ഉണ്ടാകണം. LDF ഗവൺമെന്റിന് 3-ാം ഊഴം നൽകുവാൻ ജനങ്ങൾ സന്നദ്ധമാണ്. നമ്മുടെ ഈ സമരം കേരളത്തിലെ LDF ഗവൺമെന്റിനെ ഒരു തുടർഭരണം ഉണ്ടാകുന്നതിനും കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾക്കുമെതിരായ സമരമാണ് നമ്മുടേത്. K. സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ബാബു കൊപ്പാറ, S. സുരേഷ് കുമാർ, B. ശ്രീദേവി, വിജയ കമൽ, സിന്ധു മഹേഷ്, ഹരി ആചാരി, KR ശശികുമാർ, ഓമനക്കുട്ടൻ, പള്ളിയിൽ ഗോപി, V. സജീവ, S. മഹേഷ്, റോബി ഭാർഗവൻ, ബാബു പേരൂർ, KK പുരുഷോത്തമ പ്രസാദ, സോജ, മുരളീധരൻപിള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ദേശീയ മാസ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 1-ാം സ്ഥാനം നേടിയ കേരള ടീം അംഗങ്ങളെ ആദരിച്ചു. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് ആദരവൊരുക്കിയത്. ജപ്പാനിൽ നടക്കുന്ന മാസ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഏഷ്യൻ ഗെയിംസിൽ ഇവർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. പൂനെയിൽ വെച്ച് നടന്ന ദേശീയ മാസ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് കേരള ടീം 1-ാം സ്ഥാനവും സ്വർണ്ണ മെഡലും നേടിയത്. പുരുഷ വനിതാ ഓവറോൾ ചാമ്പ്യൻഷിപ്പും കേരള ടീം കരസ്ഥമാക്കി. കേരളത്തിനു വേണ്ടി സ്വർണം നേടിയ ജയകുമാർ, MJ, ദിനേശ് കുമാർ, ജോസ് തോമസ്, മറിയക്കുട്ടി ടെല്ലസ്, പ്രിയ, ഹസീന മോൾ, സീന, അനിലേഷ്, ലൂസിയ, ചാൾസ് ഫെർണാണ്ടസ് എന്നിവർക്കാണ് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത്. നിശാന്ത് പൊന്മനിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ജപ്പാനിൽ നടക്കുന്ന മാസ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഏഷ്യൻ ഗെയിംസിൽ ഇവർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ന്യൂസ് ബ്യൂറോ, ചവറ. വൈസ്മൻ ഇന്റർനാഷണലിന്റെ വയോജന സാന്ത്വന പരിചരണ പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും. ഇതോടൊപ്പം വോളണ്ടിയർ പരിശീലനവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചവറ ബേബി ജോൺ ഷഷ്ടിബ്ദപൂർത്തി സ്മാരക ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വൈസ്മൻ ഇന്റർനാഷണലിന്റെ വയോജന സാന്ത്വന പരിചരണ പദ്ധതിയുടെ ഉദ്ഘാടനവും വോളണ്ടിയർ ട്രെയിനിങ്ങുമാണ് വ്യാഴാഴ്ച രാവിലെ 10-ന് ചവറ ബേബി ജോൺ ഷഷ്ടിബ്ദപൂർത്തി സ്മാരക ഹാളിൽ നടക്കുക. രാവിലെ 10-ന് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്യും. വൈസ്മൻ ക്ലബ്ബ് പ്രസിഡന്റ് രാജു അഞ്ജുഷ അധ്യക്ഷത വഹിക്കും. മുൻ മന്ത്രി ഷിബു ബേബി ജോൺ വോളണ്ടിയർ ട്രെയിനിങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. TOF കമ്മ്യൂണിറ്റി സർവീസ് വയോജന സാന്ത്വന പരിചരണ പദ്ധതി ഉദ്ഘാടനം ഡോക്ടർ ജോഹാൻ വിൽഹേം LTVക്ക് നിർവഹിക്കും. TOF ചെയർമാൻ പന്മന സുന്ദരേശൻ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് A. ഷാനവാസ് ഖാൻ പാലിയേറ്റീവ് ഉപകരണങ്ങൾ വിതരണം ചെയ്യും. ജോസ് വർഗീസ് വയോജന സാന്ത്വന പരിചരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രിയപ്പെട്ട ദൃശ്യ ശ്രവ്യ മാധ്യമ സുഹൃത്തുക്കളെ, ചവറ വൈസ്മെൻസ് ക്ലബ്ബ് ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ പങ്കാളിത്തം കഴിഞ്ഞ 5 വർഷമായി ചവറ നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലും പ്രതിമാസ സഹായങ്ങൾ നൽകിക്കൊണ്ട് മുന്നേറുകയായി. ഇപ്പോൾ ചവറ ബ്ലോക്കിലെ 5 പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലും വയോജന സ്വാന്തന പരിചരണം ജീറിയാട്രിക് ഹോസ്പിക് കെയർ സെൻറ്റർ എന്ന ഒരു നൂതന ആശയവുമായി ചവറ വൈസ്മെൻസ് ക്ലബ്ബ് മുന്നിട്ടിറങ്ങുകയാണ്. 90 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വൈസ്മെൻ ഇൻ്റർനാഷണലിൻ്റെ TOF ഫണ്ട്, അതോടൊപ്പം ക്ലബിലെ അംഗങ്ങളും ഈ പ്രദേശത്തെ പ്രസ്ഥാനങ്ങളുമൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ പദ്ധതിയിലേക്ക് ചവറ വൈസ്മെൻസ് ക്ലബ്ബ് ജനോപകാരപ്രദമായ
ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംല നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികളായ രാജു, സുന്ദരേശൻ, ജെറോം നെറ്റോ, കെ ശശിധരൻ എന്നിവർ അറിയിച്ചു. ചവറ ബ്ലോക്കിലെ 100 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ GHCC സെന്റേഴ്സ്, ജീറിയാട്രിക് ഹോസ്പിറ്റൽ ആൻഡ് കെയർ സെന്റർ പരിശീലനം നൽകിയ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ അവിടെ വാർഡുകളിലെ ഒരു GHC സെന്ററുകൾ തുടങ്ങുകയും ആ സെന്ററിൽ എത്തുന്ന പാവപ്പെട്ട രോഗികളും കിടപ്പിലായ രോഗികളും മറ്റ് സേവനം ആവശ്യമുള്ള രോഗികൾക്കും നിരവധിയായ സേവനങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഷുഗർ ടെസ്റ്റിങ്, കൊളസ്ട്രോള്, പ്രഷർ ടെസ്റ്റിങ്, ഹാർട്ട് ബീറ്റ് ടെസ്റ്റ്, ഓക്സിജൻ ലെവൽ ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകൾ നൽകുന്നതിനോടൊപ്പം വീൽ ചെയർ, വാട്ടർ ബെഡ്, എയർ ബെഡ് തുടങ്ങിയ സഹായ ഉപകരണങ്ങളും ഏറ്റവും നിർധനരായ രോഗികൾക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെയും അവിടെ ഓരോ വാർഡിലും എടുക്കുന്ന ഒരു മേൽനോട്ട സമിതിയുടെയും ശുപാർശ അനുസരിച്ച് നമ്മൾ അവിടെ ആവശ്യമായ സേവനം ഉറപ്പുവരുത്തുകയാണ് ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, ചവറ. MDMAയുമായി യുവാവ് പിടിയിൽ. മുഖത്തല പാങ്കോണം സ്വദേശി അനന്തുകൃഷ്ണനാണ് പിടിയിലായത്. കൊട്ടിയം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. 12 ഗ്രാം MDMAയും പിടികൂടി. മുഖത്തല പാങ്കോണം മരുതമൺ വീട്ടിൽ അനന്തകൃഷ്ണനാണ് അറസ്റ്റിലായത്. 12 ഗ്രാം MDMA ഇയാളിൽ നിന്നും പിടികൂടി. ചൊവ്വാഴ്ച രാവിലെ ബാംഗ്ലൂരിൽ നിന്നും അന്തർ സംസ്ഥാന ബസ്സിൽ കൊട്ടിയം ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോഴായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. കൊട്ടിയം പോലീസും ഡാൻസ് ഓഫ് ടീം സബ് ഇൻസ്പെക്ടർമാരായ സാനി സേനൻ, രഞ്ജു തുടങ്ങിയവരും ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA ആണിതെന്ന് പോലീസ് പറയുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നീരുറവയിലെ സംരക്ഷണ ഭിത്തി വാഹനമിടിച്ച് തകർത്തതോടെ കുടിവെള്ളം മുട്ടി പ്രദേശവാസികൾ. ദശാബ്ദങ്ങൾ പഴക്കമുള്ള തെന്മല തണ്ണിവളവ് നീരുറവയാണ് 2 ആഴ്ച മുമ്പുണ്ടായ വാഹനാപകടത്തിൽ തകർന്നത്. തകർന്നു വീണ ഭിത്തി നീക്കം ചെയ്യാത്തതിനാൽ കുടിവെള്ള ശേഖരത്തിലേക്ക് പോകുന്നതിനോ വെള്ളം ശേഖരിക്കുന്നതിനോ കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. പുനലൂർ ചെങ്കോട്ട ദേശീയപാതയിൽ വെള്ളിമല തണ്ണിവളവിലെ കുടിവെള്ള ശേഖരമാണ് തകർക്കപ്പെട്ടത്. ദശാബ്ദങ്ങളായി പ്രദേശവാസികൾ കുടിക്കുന്നതിനും കുളിക്കുന്നതിനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കുമായി തണ്ണിവളവിലെ മലമുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നീരുറവയാണ് ആശ്രയിക്കുന്നത്. വേനൽ കടുത്തു കഴിഞ്ഞാൽ പ്രദേശത്തെ 50ഓളം കുടുംബങ്ങൾക്ക് ഈ നീരുറവയല്ലാതെ മറ്റ് ഒരാശ്രയവുമില്ല. മലമുകളിലെ പാറക്കെട്ടിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം താൽക്കാലിക ടാങ്ക് നിർമ്മിച്ച് അതിൽ ശേഖരിച്ച് അതിൽ നിന്നുമാണ് പ്രദേശവാസികൾ ഉപയോഗത്തിനായി കൊണ്ടുപോകുന്നത്. കൊടും വളവും അപകട മേഖലയുമായതിനാൽ ദേശീയപാത വിഭാഗം ഇവിടെ ഒരു സംരക്ഷണ ഭിത്തി സ്ഥാപിക്കുകയും കുടിവെള്ള ശേഖരത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ വഴി നിർമ്മിച്ചു നൽകുകയും ചെയ്തിരുന്നു. ഇതാണ് 2 ആഴ്ച മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും ചരക്കുമായി എത്തിയ ലോറി ഇടിച്ചു തകർത്തത്. തകർന്നു വീണ ഭിത്തി നീക്കം ചെയ്യാത്തതിനാൽ കുടിവെള്ള ശേഖരത്തിലേക്ക് പോകുന്നതിനോ വെള്ളം ശേഖരിക്കുന്നതിനോ കഴിയുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് നമ്മുടെ തണ്ണിവളവിൽ ഒരു വണ്ടി വന്ന് ഇടിച്ച് സേഫ്റ്റി ആയിട്ട് NH കെട്ടിവെച്ചിരുന്ന ഒരു മതിൽ ഇടിച്ച് ഇട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ ഒരു മേളിലൊരു നീർച്ചാല് നമ്മുടെ ഈ തണ്ണിവളം എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് വരുന്നുണ്ട്. വെള്ളിമല മുതൽ ഇങ്ങോട്ട് ഈ റോഡിന്റെ ഇരുവശങ്ങളിലും അനവധി ആൾക്കാർ താമസമുണ്ട്. അവർക്ക് കുടിവെള്ളമോ മറ്റുള്ള സൗകര്യങ്ങൾ ആ റോഡ് പുറമെ താമസിക്കുന്നത് കൊണ്ടില്ല. അവരുടെ നിത്യോപയോഗത്തിനുള്ള കുടിവെള്ളവും മറ്റ് കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത് ഇവിടെ നിന്നാണ്. അവർ കുളിക്കുന്നതും എല്ലാം ഇവിടെ വന്നാണ് കുളിക്കുകയൊക്കെ ചെയ്തത്. ഒരുപാട് കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉണ്ട്. അതുപോലെ ഈ ഒരു കുളത്തിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. കഴിഞ്ഞ 2 ആഴ്ച കാലമായി അവർക്ക് വെള്ളം എടുത്തുകൊണ്ട് വീട്ടിൽ പോകാനോ വെള്ളം എടുക്കാനോ ഒരു സാഹചര്യം നിലവില്ല. കാരണം ഈ സേഫ്റ്റിയായി കെട്ടിയിരുന്ന ഈ ഭിത്തി ഇടിഞ്ഞ് താഴെ കിടക്കുകയാണ്. അവര് നടന്നു പോകുന്ന ആ ഒരു സ്ഥലം ഇപ്പോൾ ഈ സ്ലാബ് കൊണ്ട് മൂടിക്കിടക്കുകയാണ്. അതിന് പെട്ടെന്ന് തന്നെ ഈ സ്ലാബ് നീക്കം ചെയ്ത് ഒരു സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാണ് പറയുന്നത്. പൊതുവെ ഉയർന്ന പ്രദേശമായതിനാൽ വേനൽ ആരംഭിക്കുമ്പോൾ തന്നെ കിണറുകൾ വറ്റി വരളും. ഇവിടെയുള്ള മിക്ക കിണറുകളും ഇപ്പോൾ തന്നെ വരണ്ടു തുടങ്ങി. ഏക ആശ്രയമായിരുന്നു ഈ കുടിവെള്ള സംഭരണി. വെള്ളം ശേഖരിക്കുവാനും കുളിക്കുവാനും വസ്ത്രങ്ങൾ കഴുകുവാനും മറ്റുമായി എത്തുന്നവർ വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ നീരുറവയിലേക്ക് എത്തുന്നത്. ഞങ്ങൾ ഈ വെള്ളത്തെ ആശ്രയിക്കുന്നത് ഈ കാലും കൈയും വയ്യാത്തൊരു ഈ വരുന്നത് കൊണ്ടാണ് ഈ വെള്ളം ആശ്രയിക്കുന്നത്. പിന്നെ ഈ മതിൽ
ഇടിച്ച് പോയതുകൊണ്ട് അത് വലിയ തട്ടുകടാണ്. എത്രയും പെട്ടെന്ന് സഹായിച്ച് നിങ്ങൾ ആക്കിത്തരണം. തകർന്നു വീണ കോൺക്രീറ്റ് പാളികൾ ഇവിടെ നിന്നും നീക്കം ചെയ്തെങ്കിൽ മാത്രമേ നീരുറവയിലേക്ക് സുഗമമായി എത്താൻ കഴിയുകയുള്ളൂ. പ്രായമായവരും വൈകല്യമുള്ളവരും ഒക്കെ ആശ്രയിച്ചിരുന്ന ഈ കുടിവെള്ള ശേഖരം ഉപയോഗിക്കുന്ന നിലയിലേക്ക് മാറ്റണമെങ്കിൽ അടിയന്തരമായി തകർന്നു വീണ സ്ലാബുകൾ നീക്കം ചെയ്യേണ്ടതായുണ്ട്. അധികൃതർ അടിയന്തരമായി തകർന്നു വീണ സ്ലാബുകൾ നീക്കം ചെയ്ത് നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തെന്മല. റോഡ് തകർന്നിട്ട് വർഷങ്ങൾ. കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുക്ക് മുതൽ കന്യാകുഴി വരെയുള്ള റോഡാണ് തകർന്നത്. റോഡിന്റെ ശോച്യാവസ്ഥ പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. റോഡ് നവീകരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുണ്ടറ പെരുമ്പുഴ സൊസൈറ്റി മുക്ക് മുതൽ കന്യാകുഴി വരെയുള്ള റോഡാണ് തകർന്നത്. റോഡ് തകർന്നിട്ട് ഏകദേശം 5 വർഷത്തോളമായി. ജില്ലാ പഞ്ചായത്ത് ചെയ്ത റോഡാണിത്. ഹെൽത്ത് സെന്റർ ഉൾപ്പെടെയുള്ളവ സ്ഥിതി ചെയ്യുന്ന റോഡിൽ കാൽനടയാത്ര പോലും ദുസ്സഹമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. നമ്മളെ സൊസൈറ്റി മുക്ക് കന്യാകുഴി റോഡ് ആട്ടോക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമവും പെട്ട റോഡാണ്. ഈ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി ഇവിടുത്തെ MLA നേരത്തെ ഒരു 4 വർഷത്തിന് മുമ്പ് 26 ലക്ഷം രൂപ അനുവദിച്ചിട്ട് ഇപ്പോൾ ആ ബോർഡ് MLA എടുത്തുകൊണ്ട് പോവുകയും ഇപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോഴത്തേക്കിന് വീണ്ടും 20 ലക്ഷം രൂപയുടെ ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ചേക്കുക. മിക്കുള്ള ഈ റോഡ് ആട്ടോക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും, ആട്ടോക്കാരെ നട്ടെല്ലൊടിഞ്ഞ് വണ്ടിക്ക് എന്നും പണി. അതുപോലെ തന്നെ ഈ ഹെൽത്ത് സെൻ്ററിലാണെങ്കിൽ ആയിരക്കണക്കിന് രോഗികൾ വരുന്ന ഈ MLA വികസനം എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ച് ഇപ്പോൾ വീണ്ടും ഇലക്ഷൻ ആയപ്പോഴത്തേന് വീണ്ടും ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ചേക്കുക. നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണിത്. എന്നാൽ ഇതുവഴി ഓട്ടോറിക്ഷ പോലും വരാറില്ലെന്നും പ്രദേശവാസികൾ പരാതി പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഈ ബോർഡ് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത്. ആദ്യമേ കൊണ്ടുവന്ന് വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് എടുത്തുകൊണ്ട് പോയി. പിന്നെയും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പം പറഞ്ഞാൽ 2 ദിവസം ഉത്സവം കഴിഞ്ഞ് പിറ്റേന്ന് തുടങ്ങുമെന്ന് പറഞ്ഞ പണിയാണ്. ഇതുവരെയും തുടങ്ങിയിട്ടില്ല. കുണ്ടറയുടെ ചെയർമാൻ ഉൾപ്പെടെ പറയുന്നത് ചെയ്യും. പഞ്ചായത്തിനെ അറിയിച്ചില്ല. പഞ്ചായത്തല്ല, ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ റോഡാണ്. ഇതുവരെ ഇവിടെ ചെയ്യുന്നില്ല. ഇത് ഇപ്പോൾ 2ാമത്തെ വട്ടം ഈ ബോർഡ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. 2 തവണയായി PC വിശ്വനാഥ് MLAയുടെ ഫ്ലെക്സ് ബോർഡ് വെക്കുന്നുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. അടിയന്തരമായി റോഡ് നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ ഇപ്പം അറിയാമല്ലോ, സാറ് കാണുന്നേറ്റി. അത് ഇനിയിപ്പം എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ നിർദ്ദേശപ്രകാരമാണെന്നാണ് അറിവ് നമുക്ക്. ഇത് ബോർഡ് നേരത്തെ ഒരു ബോർഡ് കൊണ്ടുവച്ചായിരുന്നു, അതങ്ങ് മാറ്റിയിട്ട് ഇപ്പോൾ 2ാമതൊരു ബോർഡ് കൊണ്ടുവച്ചിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏത് ഫണ്ടിൽ ഉപയോഗിച്ചാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. MLAയുടെ ഫണ്ടാണോ അത്? അതിനെക്കുറിച്ച് നമുക്കറിയാൻ പറ്റില്ല. ഒരു ബോർഡ് എല്ലായിടത്തും വെച്ച് തന്നേ ഉള്ളൂ. MLA ഫണ്ടാണോ നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ അത് MLA തന്നെയുള്ള അരിയിൽ വെക്കണമല്ലോ. MLA ഫണ്ട് വേണ്ടി അങ്ങനെയല്ലേ വെക്കാൻ പറ്റും. MLA ഫണ്ടില്ല. നിരന്തരം ബോർഡ് വെക്കുക. ഇത് 2ാമത്തെ പ്രാവശ്യം ബോർഡ് വെക്കുക, എടുത്തോണ്ട് പോകും. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പള്ളിക്കലാറിനെ തിരികെ പിടിക്കാൻ കൈവഴികൾ ശുചീകരിച്ച് സന്നദ്ധ പ്രവർത്തകർ. രാജ്യാന്തര തണ്ണീർത്തട ദിനത്തിൽ കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ പ്രവർത്തകരാണ് കൈവഴികൾ ശുചീകരിച്ചത്. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകവും ആഘോഷിക്കൽ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യാന്തര തണ്ണീർത്തട ദിനത്തിൽ പള്ളിക്കലാറിന്റെ കൈവഴികൾ ശുചീകരിച്ച് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ പ്രവർത്തകർ. പാരിസ്ഥിതിക സന്തുലനത്തിൽ തണ്ണീർത്തടങ്ങൾ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും ജലശുചീകരണം, വെള്ളപ്പൊക്ക നിയന്ത്രണം, തീരസംരക്ഷണം എന്നിവ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് സബർമതി ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെ പള്ളിക്കലാറിന്റെ കൈവഴികൾ ശുചീകരിച്ചത്. കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത് മിഷ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിനും തണ്ണീർത്തടങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലും സബർമതി ഗ്രന്ഥശാലയും സംയുക്തമായി രാജ്യാന്തര തണ്ണീർത്തട ദിനത്തോടനുബന്ധിച്ച് പള്ളിക്കലാറിൻ്റെ കൈവഴികൾ ശുചീകരിക്കുകയാണ്. ഇവിടെ നമ്മൾ നടത്തിവരുന്ന ക്ലീൻ പള്ളിക്കലാർ ചലഞ്ചുമായി അതിനെ തുടർന്ന് തന്നെയുള്ള ഒരു തുടർ പ്രവർത്തനമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പരിപാടിയും നടത്തുന്നത്. ഇവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കായലിൻ്റെ തീരത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു വലിയ കായലിൻ്റെ സ്വാഭാവികതയ്ക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഇതിൻ്റെ ഇടയിലുള്ള
ചെറിയ തണ്ണീർത്തടങ്ങളുടെ സ്വാഭാവികമായ നിലനിൽപ്പിന് തന്നെ വലിയ ദോഷമുണ്ടാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനെതിരെയുള്ള ഒരു ചെറിയ അവബോധമെങ്കിലും പൊതുസമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു പരിപാടിയുമായി കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലും സബർമതി ഗ്രന്ഥശാലയും മുന്നോട്ട് പോകുന്നത്. തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകവും ആഘോഷിക്കൽ എന്ന മുദ്രാവാക്യവുമായി നടന്ന പരിപാടിയിൽ തണ്ണീർത്തടത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം സാദിഖെ വിശദീകരിച്ചു. കൗൺസിൽ സംസ്ഥാന സമിതി അംഗം ശബരിനാഥ് എച്ച്, സബർമതി ഗ്രന്ഥശാല സെക്രട്ടറി രാജേഷ് പുലരി, ഭാരവാഹികളായ VR ഹരികൃഷ്ണൻ, സുനിൽ C പൂമുറ്റം, നമൻ വേണുഗോപാൽ, അലനസ് പൂമുറ്റം, നയൻതാര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ബഹുജന കൺവെൻഷൻ നടത്തി. സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കൺവെൻഷൻ നടത്തിയത്. തൊഴിലുറപ്പ്, ആണവോർജ നിയമ ഭേദഗതികളും SIR-ഉം പിൻവലിക്കണമെന്നും ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും കൺവെൻഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബഹുജന കൺവെൻഷൻ നടത്തിയത്. ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MB മത്തായി ഉദ്ഘാടനം ചെയ്തു. മഹാനായ ജസ്റ്റിസ് VR നടത്തിയ പ്രഭാഷണത്തിൽ 1-2 കാര്യങ്ങൾ കണ്ടത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റ് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ അപേക്ഷിച്ചുകൊള്ളാം. നിങ്ങൾക്ക് ഓർമ്മയുള്ളതാണ്, ഞങ്ങളുടെ കേട്ടില്ലാത്തൊരു ഓർമ്മിപ്പിക്കുന്നത് മാത്രം. സ്വാമി പറഞ്ഞ ഇതാണ്: സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അധികാരത്തിൽ വന്ന ആളുകൾ ജയിൽവാസം അനുഭവിച്ചവരും പട്ടിണി കിടന്നവരും ഇന്ത്യയിലെ ഏറ്റവും അധികം അടിച്ചമർത്തപ്പെട്ട നിസ്വവർഗത്തിന്റെ സ്പോൺസർമാരുമായിരുന്നു, അവരുടെ കൂടെ ഉണ്ടായിരുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം ആദ്യത്തെ ഇന്ത്യൻ അധികാരമേറ്റ ഭരണകൂടങ്ങൾ ഏത് തീരുമാനം എടുക്കുമ്പോഴും മാനവികതയ്ക്കും മൂല്യത്തിനും ചില പ്രാധാന്യം നൽകിയിരുന്നു. ഇതിന് താഴേക്കിടയിലുള്ളവരെ നോക്കിയിട്ടായിരുന്നു തീരുമാനം എടുത്തുകൊണ്ട്. എന്നാൽ 98 അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. സ്വാമി പറഞ്ഞതാണ്. പ്രതിരോധ സമിതി ജില്ലാ പ്രസിഡന്റ് B ദിലീപൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി T മുരളി സ്വാഗതം പറഞ്ഞു. ആണവോർജ ഭേദഗതി നിയമം സംബന്ധിച്ച് CR നീലകണ്ഠനും SIR-നെ കുറിച്ച് M ഷാജിർ ഖാനും കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഡോക്ടർ KS മനോജും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതിയെക്കുറിച്ച് S സീതിലാലും വിഷയാവതരണം നടത്തി. തോട്ടപ്പള്ളിയിൽ നടക്കുന്ന കരിമണൽ ഖനനത്തിനെതിരെ B ഭദ്രൻ പ്രമേയം അവതരിപ്പിച്ചു. സുരേഷ് കുമാർ തോട്ടപ്പള്ളി, അഡ്വക്കേറ്റ് BK രാജഗോപാൽ, TB വിശ്വനാഥൻ, സോമനാഥൻ നായർ, TM സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് R സനൽകുമാർ, അഡ്വക്കേറ്റ് K നജീബ്, അഭിലാഷ്, വിനോബ്, T ഗോപാലകൃഷ്ണൻ തമ്പി, K കുഞ്ഞുമോൻ, നൈനാൻ, സുരേഷ് ബാബു, ജോഷി എന്നിവർ പങ്കെടുത്തു. തൊഴിലുറപ്പ്, ആണവോർജ നിയമ ഭേദഗതികളും SIR-ഉം പിൻവലിക്കണമെന്നും ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പെൻഷൻകാരോടുള്ള നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന തെക്കൻ മേഖലാ ജാഥയ്ക്ക് സിനിമാ പറമ്പിൽ സ്വീകരണം നൽകി. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത്. തെക്കൻ മേഖലാ ജാഥയ്ക്കാണ് സിനിമാ പറമ്പിൽ സ്വീകരണം നൽകിയത്. കേരള സഹകരണ പെൻഷൻകാരുടെ ആവശ്യങ്ങളോട് പെൻഷൻ ബോർഡിന്റെയും സർക്കാരിന്റെയും നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധിച്ച് സഹകരണ പെൻഷൻകാർ ഫെബ്രുവരി 9 മുതൽ 17 വരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ റിലേ സത്യാഗ്രഹവും തുടർന്ന് പെൻഷൻകാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ 23 മുതൽ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ അനിശ്ചിതകാല നിരാഹാര സമരവും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ നടത്തുന്നത്. സംസ്ഥാന പ്രസിഡന്റ് M സുകുമാരൻ നായർ ക്യാപ്റ്റനായ ജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത്. കാര്യക്ഷമമായി ഇതിനെ നഷ്ടപ്പെടാതെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്ത് കാലാകാലങ്ങളിൽ കൃത്യതയോടുകൂടി ഈ വിഭാഗം ആളുകൾക്ക് പെൻഷൻ നൽകിയേ ആ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ സർക്കാർ നിയന്ത്രണത്തിൽ ഉള്ള ഒരു കമ്മിറ്റി വേണം. അത് തന്നെയാണ് പെൻഷൻ ബോർഡിനാവും. അപ്പോൾ പെൻഷൻ കണ്ടെന്നോ പെൻഷൻ ബോർഡെന്നോ പെൻഷൻ സ്കീമെന്നോ ഉള്ള കാര്യത്തിന്റെ രൂപകൽപ്പന ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. വേറെ ആരുടെ അവകാശത്തിന് ചെയ്യുന്ന ഒന്നല്ല. അങ്ങനെ വരുമ്പോഴോ പുതിയ കാൽക്കുലേഷൻ അനുസരിച്ച് ഏതാണ്ട് 10-30 ലക്ഷം രൂപ വരെ ഒരു ജീവനക്കാരൻ
സർവീസ് ഇരിക്കുമ്പോൾ കോൺട്രിബ്യൂട്ടറായി അടയ്ക്കുമെന്നും അങ്ങനെ അടയ്ക്കുന്നതോടൊന്നും നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മാസം ഇത്ര രൂപ പലിശ കിട്ടുമെന്നും ഈ പറയുന്ന പെൻഷനുമായി കത്തിവെച്ച് നോക്കുമ്പോൾ മരിച്ചയാളെ രക്ഷപ്പെടും ഒക്കെ അവിടെ എല്ലാ വാദഗതികളുണ്ട്. KM തോമസ്, ഷാമൂൽകുട്ടി, ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താൻ, NG ശശിധരൻ, ഗോപകുമാർ, KV ശിവശങ്കരപിള്ള, S രാഘവൻപിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. മിനിമം വേതനം വർദ്ധിപ്പിക്കാനുള്ള നിങ്ങൾ ആലോചിച്ചിട്ടില്ല, ഉണ്ട് 500 രൂപ കൊടുക്കാം. ശരി, നമുക്ക് യോഗം അവസാനിപ്പിക്കാം. 2% വർദ്ധനവ്, 5% അല്ല 500 രൂപ മിനിമം വേതനം മിനിമം മെച്ചം വർദ്ധിപ്പിക്കും. ബാക്കി കാര്യമൊക്കെ നമ്മുടെ വരുമാന മാർഗങ്ങൾക്ക് ഉറപ്പുവരുത്തുന്ന തീരുമാനം എടുക്കുന്ന മുറയ്ക്ക് നമുക്ക് പരിശോധിക്കാം. അത് തന്നെ പറയാൻ പോയിക്ക് ധൃതിയാണ്, അടുത്ത യോഗത്തിലേക്ക് പോവുക. നമ്മളപ്പോൾ പറയാൻ ശ്രമിച്ചു അങ്ങനെയല്ല. പെൻഷൻ ബോർഡ് പറഞ്ഞ എന്താണ് 2 പോരാ 5 കൊടുക്കണം. ക്ഷാമത്തെ സർക്കാർ തീരുമാനിക്കേണ്ടതാണ്. ഇത് മന്ത്രി പറയണ്ടേ? അത് പറയാൻ അവർക്കിപ്പോൾ പറയില്ല. നിങ്ങളുടെ പറഞ്ഞതിലെല്ലാം ഞാൻ കുറേ നേരമായി കേട്ടോണ്ടിരിക്കുകയാണ്. പുള്ളി പറഞ്ഞപ്പോൾ കേട്ടോണ്ട് വർഷങ്ങളോടെ ഇരിക്കുവാണല്ലോ. ഇപ്പം മക്കളെ ഇത്രയൊക്കെ ഒരു കാരണവന്മാരും പോകാൻ മന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കടയിൽ നിന്ന് ഫോണും പണവും കവർന്ന കേസിലെ പ്രതി പിടിയിൽ. പെരിനാട് വെള്ളിമൺ സ്വദേശി ഷാനവാസ് ആണ് അറസ്റ്റിലായത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. സ്റ്റേഷനറി കടയിൽ നിന്നും ഫോണും പണവും സാധനങ്ങളും കവർന്ന കേസിലെ പ്രതിയാണ് പിടിയിലായത്. കൊല്ലം പെരിനാട് വെള്ളിമൺ ജയന്തി കോളനിയിൽ ഷാനവാസ് ആണ് അറസ്റ്റിലായത്. തേവലക്കര മുസ്ലിം പള്ളിക്ക് സമീപമുള്ള സ്റ്റേഷനറി കടയിലാണ് ഇയാൾ മോഷണം നടത്തിയത്. കടയുടമ തിരികെ വന്ന ഫോൺ അന്വേഷിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കഴിഞ്ഞ ആഗസ്റ്റിലായിരുന്നു സംഭവം. പോലീസ് കേസെടുത്ത് അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് CCTV ദൃശ്യങ്ങളെ തുടർന്ന് ഷാനവാസിനെ പിടികൂടിയത്. ഇയാൾ സമാനമായ കുറ്റത്തിന് നേരത്തെയും അറസ്റ്റിലായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾ മൊബൈൽ ഫോൺ നീണ്ടകര ഹാർബറിൽ കൊണ്ടുവന്ന് തമിഴ്നാട് സ്വദേശിക്ക് വിറ്റിരുന്നു. പോലീസ് ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. 3 മണിയായപ്പം ഞായറാഴ്ച ദിവസമാണ്. 3 മണിയായപ്പോൾ ഞാൻ ഊണ് കഴിക്കാൻ പോയി ഒരു 3:30 ആയപ്പോൾ തിരിച്ചു വന്ന് അങ്ങനെ മേശ കുത്തി തുറന്ന് കിടക്കുന്ന ഫോണും പൈസയും സിഗരറ്റ് എല്ലാം കൊണ്ടുപോയി. ആളെ അറിയത്തില്ലല്ലോ. പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തപ്പോഴാണ് അത് ഇത് പിടിച്ചത്. ഇവിടെ വന്ന് അല്ല പോലീസ് കൊണ്ടുവന്നല്ല, മൊഴി എടുക്കാൻ കൊണ്ടുവന്നു ഇവിടെ. ആരും സമ്മതിച്ചു. ചവറ തെക്കുംഭാഗം SHO ശ്യാമുരളി, പ്രിൻസിപ്പൽ SI ദിലീപ്, SI പ്രദീപ് എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. വട്ടത്തടിയും ഇലവുതടിയും മുറിക്കാനാകില്ല. പെൻസിൽ സ്ലാട്ട് വ്യവസായികൾ പ്രതിസന്ധിയിൽ. പ്രതിസന്ധി ഒഴിവാക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്ന് കേരള സ്റ്റേറ്റ് പെൻസിൽ സ്ലാട്ട് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ. ദേശീയ മാസ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് 1ാം സ്ഥാനം നേടിയ കേരള ടീം അംഗങ്ങൾക്ക് ആദരവ്. ജപ്പാനിൽ നടക്കുന്ന മാസ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഏഷ്യൻ ഗെയിംസിൽ ഇവർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. കേന്ദ്ര ബജറ്റിലെ അവഗണന. ഓച്ചിറയിൽ CPIMന്റെ പ്രതിഷേധം. ഓച്ചിറ കിഴക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.